അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വർഷങ്ങൾക്ക് ശേഷം മൂവിയുടെ റിവ്യൂ ആണ് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ പടം കണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോമഡി എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ ടാഗ് ലൈനിലല്ല പടം വന്നിരിക്കുന്നത്. അപ്പം ഒരു മിനി ശ്രീനിവാസൻ മൂവിയാണ്. അപ്പം കോമഡി എൻ്റർടൈനർ അല്ല, വർഷങ്ങൾക്ക് ശേഷം ഒരു ഫാമിലി എൻ്റർടൈനറാണ്. മിനി ശ്രീനിവാസൻ്റെ ഒരു മാജിക് ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ത്രൂ ഔട്ട് പടത്തിൽ ഉണ്ട്. പുള്ളിയുടേതായിട്ടുള്ള ഓരോ ഡയറക്ടേഴ്സിനും ഓരോ ആക്ടേഴ്സിനും ഒക്കെ അവരുടേതായിട്ടുള്ളൊരു ഓരോ ആർട്ടിസ്റ്റിനും അവരുടേതായിട്ടുള്ളൊരു ടച്ച് ഉണ്ടല്ലോ, ഒരു മാജിക്കൽ ടച്ച്. അത് വിനീത് ശ്രീനിവാസനും ഉണ്ട്. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പഴയ കഴിഞ്ഞ പടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഒരു ഫാമിലി എൻ്റർടൈനർ, ഫാമിലിക്കൊക്കെ നല്ല സൂപ്പറായിട്ടിരുന്ന് കാണാൻ പറ്റിയ പടം ആണ് ഇയാൾ എടുക്കുന്നതല്ല. ഇതും അങ്ങനത്തെ ഒരു പടമാണ്. വർഷങ്ങൾക്ക് ശേഷം സിനിമ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. വർഷങ്ങൾക്ക് മുൻപും വർഷങ്ങൾക്ക് ശേഷവും അപ്പം ഒരു രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അവർ വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് എന്ത് സംഭവിച്ചു, വർഷങ്ങൾക്ക് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു. അതായത് നമ്മൾ ഈ ലാലേട്ടൻ്റെയൊക്കെ, പ്രിയദർശൻ്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ കൂട്ടുകെട്ടിൽ അവരുടെയൊക്കെ കഥ പറയുന്നത് സ്വാമീസ് ലോഡ്ജ് ചെന്നൈയിൽ പോവുക, അവിടെ പോയി ഒരു സിനിമ നടനാണെന്നുള്ള മോഹമായിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആ സിനിമയിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് പോകുന്നു, അവിടെ പോയിട്ട് എന്ത് സംഭവിക്കുന്നു. ഇതൊക്കെയാണ് മൂവിയുടെ ഒരു മൊത്തത്തിലുള്ള പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിനകത്തിൽ ഒരു സെക്കൻഡ് ഹാഫൊക്കെ, ഫസ്റ്റ് ഹാഫ് ഒരു പയ്യെ ഒരു സ്ലോ മൂഡിലാണ് പോകുന്നത്. കഥ പയ്യെ ബിൽഡാവുകയാണ്. അപ്പം നമുക്ക് അവിടെ എൻഗേജിങ് ആണ് അറ്റ് ദ സെയിം ടൈം. പക്ഷേ അത് അധികം പൊട്ടിച്ചിരികളോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റോ ടേൺസോ അങ്ങനെയൊന്നും ഫസ്റ്റ് ഹാഫില്ല. സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴാണ് കൂടുതലും ചിരിക്കാനുള്ള ഐറ്റംസ് ഒക്കെ വരുന്നത്. നിവിൻ പോളിയുടെ ക്യാരക്ടർ ഒരു രക്ഷയില്ലേ. നിവിൻ പോളി വന്ന് തകർത്തടിക്കി. പിന്നെ പറയാനുള്ളത് ധ്യാൻ ശ്രീനിവാസൻ്റെ ആക്ടിങ് ആണ്, അറ്റ് ദ സെയിം ടൈം പ്രണവ് മോഹൻലാലിൻ്റെ. അപ്പം ധ്യാൻ ശ്രീനിവാസനെ പറയുകയാണെങ്കിൽ ഇയാളുടെ കരിയർ ബെസ്റ്റ് ആക്ടിങ് ആണ്. ഇങ്ങർക്ക് ഇത്രയൊക്കെ അഭിനയിക്കാൻ പറ്റും അല്ല കഴിവുള്ള ഒരു കാലിബറുള്ള ഒരാളാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ചേട്ടൻ പടം എടുത്തു, ചേട്ടൻ അനിയനെ കൊണ്ട് നന്നായിട്ട് ചെയ്യിപ്പിച്ചതാണോ അതോ അദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ അറിയാമെന്ന്. എനിക്കൊന്നും നല്ലൊരു ഡയറക്ടർ വർക്കൗട്ട് ചെയ്യിപ്പിക്കാനോ എന്തോ അറിയില്ല. നമ്മൾ ഈ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ട് ചളവള അടിക്കുന്ന അതല്ല ധ്യാൻ ശ്രീനിവാസൻ. ഇതിനെ അഭിനയിക്കാൻ അറിയാവന്. അത് ഈ പടത്തിൽ കാണുമ്പോൾ മനസ്സിലാവും. നല്ല സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല കിടിലം, മേക്കപ്പൊക്കെ സൂപ്പറാണ്. പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ് പറയുകയാണെങ്കിൽ എനിക്ക് പലയിടത്തും മോഹൻലാലിനെ കാണാൻ കഴിഞ്ഞു. അതായത് അവർ മനഃപൂർവ്വം ചെയ്താണോ എന്നറിയില്ല. ചില സീൻസിലൊക്കെ ലാലേട്ടൻ്റെയൊക്കെ ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട്. അപ്പിയറൻസിലാണ്, ആക്ടിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പിയറൻസിൽ ഭയങ്കരമായിട്ടുള്ള റിസംബ്ലൻസ് ഉണ്ട്. പ്രണവ് മോഹൻലാൽ നന്നായിട്ട് സെക്കൻഡ് ഹാഫൊക്കെ വരുമ്പോഴത്തേക്ക് പ്രണവ് മോഹൻലാൽ ഒരു ഗെറ്റപ്പ് ഉണ്ട്. ദേവദൂതനകത്തിലെ മോഹൻലാലിനെ കണ്ട പോലെ എൻ്റെ മോനെ എന്തോ ഗെറ്റപ്പ് അത് എന്നെ കിടുക്കി കളഞ്ഞു. അത് വർക്കൗട്ട് ആവുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാനത് അലമ്പാവെന്ന് വിചാരിച്ചു, പക്ഷേ അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പടത്തിൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക്കിലാണ് ഈ വിനീത് ശ്രീനിവാസൻ്റെ എല്ലാ പടത്തിൻ്റെയും മാജിക് എന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അതെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ മ്യൂസിക്കിലിട്ട് ഇങ്ങനെ താലോലിച്ചാണ് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അത് ഈ പടത്തിൽ അതിൻ്റെ മ്യൂസിക്കിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അത് സൂപ്പറായിട്ട് മ്യൂസിക് വന്നിട്ടുമുണ്ട്, അതുമായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അത് പറയാതെ വയ്യ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം കോമഡി എൻ്റർടൈനർ അല്ല, ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുക. തിയേറ്ററിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഉൾപ്പെടെ എനിക്കൊന്ന് ഫാമിലി മൊത്തം ഇഷ്ടപ്പെടും. കാരണം അങ്ങനത്തെ ഒരു മൂവിയാണ്, ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. നിങ്ങൾ മാരകമായിട്ടുള്ള മാസം അല്ലെങ്കിൽ അതൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഈ മൂവി വിനീത് ശ്രീനിവാസൻ മൂവിയാണ്, ഒരു ഫാമിലി എൻ്റർടൈനറാണ്. അല്ലാതെ കോമഡി അടി ഒന്നുമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല ചിരിക്കാനുള്ള ഒരുപാട് കോമഡി ഉണ്ട്. നിവിൻ പോളിയുടെ ക്യാരക്ടർ എന്ത് പൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറുണ്ട്. നമ്മൾ ഇയാളുണ്ടോ ഈ പടത്തിൽ, നമ്മൾ കാരണം പോസ്റ്ററൊന്നും കാണിച്ചിട്ടില്ല. അത് ഭയങ്കര എനിക്കൊന്ന് ഭയങ്കരമായിട്ട് അത് അധികമൊന്നുമില്ല, 1-2 സീൻസിലേ ഉള്ളൂ. പക്ഷേ ഇയാളുണ്ടോ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. അത് എനിക്കിഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും പോയി പടം കാണുക. അടിപൊളി പടമാണ്. പടം നന്നായിട്ട് ഓടും, ഫാമിലി കയറും. അപ്പോൾ നിങ്ങളും പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ വിലയിരുത്തുക. ഞാനൊരു 4 ഔട്ട് ഓഫ് 5, 3.75 ഔട്ട് ഓഫ് 5 ഞാൻ കൊടുക്കും. കൊള്ളാം.